ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹനങ്ങളുടെ മേൽ നിയന്ത്രണം കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. അതാവശ്യമുണ്ട് അല്ലേ? വാഹന ഉടമകളുടെ ഫോൺ നമ്പർ പരിവാഹനിൽ നൽകാത്തവർക്ക് ഇനി മുതൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകരുത് എന്നാണ് തീരുമാനം. പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ മറവിൽ സ്ഥാപനങ്ങൾ നടത്തിയ ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ മാതൃഭൂമി ന്യൂസ് തുറന്നു കാട്ടുന്നു. രാജ്യസുരക്ഷയെ തന്നെ വെല്ലുവിളിക്കുന്നതായിരുന്നു ഡൽഹിയിലെ കാർ ബോംബ് സ്ഫോടനം. പിന്നാലെ വാഹനങ്ങളുടെ വിവരശേഖരണത്തിന് പ്രത്യേക അന്വേഷണം നടത്താൻ ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തും കണ്ടെത്തിയത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം മാത്രം 3000-ലധികം വാഹനങ്ങൾക്ക് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് കൊടുത്തത് വ്യാജ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുക പരിശോധനാ കേന്ദ്രങ്ങളിലും ഈ തട്ടിപ്പ് നടന്നു. ഈ കാണുന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ കാണുന്നത് തിരുവനന്തപുരം RTO പരിധിയിലുള്ള ഒരു പൊല്യൂഷൻ കേന്ദ്രത്തിൻ്റെ ID ആണ്. അവിടെ വന്നിരിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ ഇവിടെ കാണാം. പക്ഷെ വന്നിരിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം നൽകിയിരിക്കുന്നത് ഒരേ മൊബൈൽ നമ്പർ 89, ബാക്കിയെല്ലാം 0. തിരുവനന്തപുരം RTOയ്ക്ക് കീഴിലുള്ള പുകപരിശോധനാ കേന്ദ്രത്തിൽ മാത്രമല്ല, കൊണ്ടോട്ടി RTO, പയ്യന്നൂർ RTO, അങ്ങനെ കേരളമൊട്ടാകെ. സാധാരണ ഒരു വാഹനം ഒരാൾ വാങ്ങിയാൽ 15 വർഷം കഴിഞ്ഞ് RTO ഓഫീസിൽ എത്തിയാൽ മതി വാഹനത്തിൻ്റെ രജിസ്ട്രേഷന്. അവിടെ ആധാറുമായി ബന്ധപ്പെടുത്തിയ മൊബൈൽ നമ്പർ നൽകണം. എന്നാൽ 6 മാസത്തിൽ ഒരിക്കൽ എടുക്കേണ്ട പുക പരിശോധനയ്ക്ക് എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ മതി എന്നതായിരുന്നു ഇതുവരെ നിയമം. ഇത് മുതലെടുത്താണ് പുക പരിശോധനാ കേന്ദ്രങ്ങൾ കൃത്രിമം നടത്തിയത്. പേര് മാറ്റാതെ വാഹനം ഉപയോഗിക്കുന്ന വണ്ടിക്കച്ചവടക്കാരും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരും നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം. കിട്ടില്ല. പുക പരിശോധനാ കേന്ദ്രത്തിലെത്തുന്ന ചില വാഹന ഉടമകളുടെ നമ്പർ മാത്രമാണ് വ്യാജമായി രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. അതേക്കുറിച്ചും അന്വേഷണം നടക്കുന്നു. വാഹനം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഭാഗമായാൽ അതിന്റെ ഉടമയെ അല്ലെങ്കിൽ ഉപയോഗിച്ചയാളെ കണ്ടെത്താനും പുതിയ തീരുമാനം സഹായകമാകും. തട്ടിപ്പ് നടത്തിയ പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. അന്വേഷണവും പ്രഖ്യാപിച്ചു. 6 മാസം കൂടുമ്പോഴാണ് പുക പരിശോധന നടത്തേണ്ടത്. OTP അധിഷ്ഠിതമായി മൊബൈൽ നമ്പർ ശേഖരിക്കുന്നത് നിർബന്ധമാക്കിയാൽ വാഹനം ഉപയോഗിക്കുന്നവരുടെ വിവരം 6 മാസത്തെ ഇടവേളകളിൽ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കും. പോലീസ് അടക്കമുള്ള സേനകളുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാകും, കുറ്റമറ്റതാകും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.